എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ നീലക്കടലാസിലെ കനവുകൾ എന്ന ഈ പ്രണയകഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 7. തപാൽ പെട്ടിക്കായുള്ള കാത്തിരിപ്പ്. നഗരത്തിന്റെ ഇരമ്പൽ ആകാശിന് ഒരു വല്ലാത്ത ശ്വാസമുട്ടലായി തോന്നി. ചീറിപ്പായുന്ന വാഹനങ്ങളും തിളങ്ങുന്ന പരസ്യപലകകളും ആൾക്കൂട്ടത്തിന്റെ തിരക്കും അവനെ കൂടുതൽ ഏകാന്തനാക്കി. ശ്രീനിലയത്തിലെ ആ പഴയ റേഡിയോയും ഇലഞ്ഞിമരത്തിന്റെ തണലും മീരയുടെ നിശബ്ദമായ പുഞ്ചിരിയും അവനിൽ ഒരു കനലായി അവശേഷിച്ചു. ആ ജൂൺ മാസം നഗരത്തിൽ മഴയുമായിട്ടാണ് എത്തിയത്. പക്ഷേ ആ മഴയ്ക്ക് ഗ്രാമത്തിലെ മണ്ണുഗന്ധമുണ്ടായിരുന്നില്ല. അത് വെറും സിമന്റ് തറകളിൽ തട്ടിത്തെറിക്കുന്ന തണുത്ത വെള്ളം മാത്രമായിരുന്നു. ആകാശിന്റെ ഏക ആശ്വാസം തന്റെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ചുവന്ന തപാൽ പെട്ടിയായിരുന്നു. അക്കാലത്ത് മൊബൈൽ ഫോണുകൾ കോളേജ് ക്യാമ്പസുകളിൽ പതുക്കെ പതുക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നെങ്കിലും ഒരു കത്ത് നൽകുന്ന ആത്മബന്ധം മറ്റൊരു സാങ്കേതിക വിദ്യയ്ക്കും നൽകാൻ കഴിയില്ലെന്ന് അവൻ വിശ്വസിച്ചു. ഓരോ തവണ പോസ്റ്റ്മാൻ സൈക്കിൾ ബെല്ലടിച്ച് കടന്നു പോകുമ്പോഴും അവന്റെ ഹൃദയം ഒരു നിമിഷം നിലയ്ക്കും. ആകാശേ, നീ എന്താ ഈ ജനാലയ്ക്കൽ തന്നെ ഇരിക്കുന്നത്? കോളേജിൽ പോകാൻ സമയമായില്ലേ? അമ്മയുടെ ചോദ്യം അവനെ ചിന്തകളിൽ നിന്നുണർത്തി. ഇപ്പൊ ഇറങ്ങാം അമ്മേ. അവൻ ബാഗ് തോളിലിട്ടു. കോളേജിലെ തിരക്കുകൾക്കിടയിലും അവന്റെ മനസ്സ് ഗ്രാമത്തിലെ ആ പഴയ വായനശാലയിലായിരുന്നു. പ്രൊഫസർമാരുടെ ലെക്ചറുകൾക്കിടയിൽ അവൻ തന്റെ നോട്ട്ബുക്കിന്റെ അവസാന താളുകളിൽ മീരയുടെ പേര് വെറുതെ കുറിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. മീരയുടെ ഒരു വിവരവുമില്ല. അവളുടെ അച്ഛൻ അവളെ വീട്ടിൽ തടവിലാക്കിയിരിക്കുകയാണോ? അതോ അവൾ തന്നെ മറന്നുപോയോ? സന്ദേഹങ്ങൾ അവന്റെ ഉള്ളിൽ മുള്ളുകൾ പോലെ തറച്ചു. പ്രണയത്തിൽ ഏറ്റവും വലിയ ശത്രു ഈ കാത്തിരിപ്പായിരുന്നു. ഒരു മറുപടി കിട്ടാൻ ദിവസങ്ങളോളം ആ ചുവന്ന പെട്ടിക്കരികിൽ മനസ്സർപ്പിച്ചു നിൽക്കേണ്ടി വരും. ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് ആകാശ് കോളേജിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അവനെ വിളിച്ചു. ആകാശ് സാർ, നിങ്ങൾക്കൊരു കത്തുണ്ട്. നാട്ടുമ്പുറത്ത് നിന്നാണെന്ന് തോന്നുന്നു. ആകാശിന്റെ കൈകൾ വിറച്ചു. അവൻ ആ കവർ വാങ്ങി. അതിൽ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കുന്നത് തന്റെ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. പക്ഷെ കൈപ്പട മീരയുടേതല്ലായിരുന്നു. അവൻ വേഗത്തിൽ മുറിയിലെത്തി കവർ പൊട്ടിച്ചു. അത് കണ്ണൻ എഴുതിയതായിരുന്നു. ആകാശേട്ടാ, ക്ഷമിക്കണം, കത്തെഴുതാൻ വൈകി. ഇവിടെ കാര്യങ്ങൾ അത്ര നല്ലതല്ല. ചേച്ചിയെ അച്ഛൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. കോളേജിൽ പോകാൻ പോലും സമ്മതിക്കുന്നില്ല. അവളുടെ പുസ്തകങ്ങളും പേനയും എല്ലാം അച്ഛൻ പിടിച്ചെടുത്തു. ഇത് ഞാൻ ആരും കാണാതെ എഴുതുന്നതാണ്. ചേച്ചി എപ്പോഴും ജനാലയ്ക്കൽ ഇരുന്ന് നിങ്ങളുടെ തറവാട്ടിലേക്ക് നോക്കാറുണ്ട്. ആകാശേട്ടൻ പോയതിൽ പിന്നെ ചേച്ചി ഭക്ഷണം പോലും നേരാം വണ്ണം കഴിക്കുന്നില്ല. ചേച്ചിക്ക് വേണ്ടി ഞാനൊരു കാര്യം ഇതിൽ വെച്ചിട്ടുണ്ട്. ആരും അറിയരുത്. കവറിനുള്ളിൽ മടക്കി വെച്ച ഒരു ചെറിയ കടലാസ് കഷ്ണമുണ്ടായിരുന്നു. അതിൽ മഷി കൊണ്ടല്ല, മറിച്ച് കരിക്കട്ട കൊണ്ട് വരച്ച ഒരു ചിത്രമായിരുന്നു. ഒരു ഇലഞ്ഞിമരവും അതിന് താഴെ നിൽക്കുന്ന 2 നിഴലുകളും. അതിന് താഴെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ തന്റെ പേര് മാത്രം എഴുതിയിരിക്കുന്നു, മീര. അക്ഷരങ്ങൾ എഴുതാൻ പേന പോലുമില്ലാത്ത അവസ്ഥയിൽ അവൾ ആ കരിക്കട്ട കൊണ്ട് തന്റെ പ്രണയം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആകാശ് ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. നഗരത്തിലെ ആഡംബരങ്ങൾക്കിടയിൽ താൻ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ നരകത്തിലാണ് അവൾ കഴിയുന്നത്. അവൻ ഉടനെ ഒരു മറുപടി എഴുതാനിരുന്നു. പക്ഷെ ആ കത്ത് എങ്ങനെ അവൾക്ക് എത്തിക്കും? കണ്ണന്റെ വിലാസം പോലും അവന് വ്യക്തമായി അറിയില്ല. തപാൽപ്പെട്ടി എന്ന നിശബ്ദ സാക്ഷി അപ്പോഴും താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ ആകാശ് തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: 2001 ജൂൺ 15. ഇന്ന് നിന്റെ ഒരു കരിക്കട്ട ചിത്രം എനിക്ക് ലഭിച്ചു മീരെ. നിന്റെ നിശബ്ദത എത്രത്തോളം ഉച്ചത്തിലുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീ അവിടെ തടവിലാണെങ്കിലും നിന്റെ ആത്മാവ് എന്റെ കൂടെയുണ്ട്. ഈ നഗരം എനിക്ക് വെറുമൊരു ജയിലായി മാറുന്നു. ഞാൻ വരും മീരെ. നിന്നെ ഈ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല. പക്ഷേ നിന്റെ കൈകൾ കോർത്തു പിടിക്കാൻ ഞാൻ വരും. ജനാലയ്ക്ക് പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. ആകാശവാണിയിൽ ഒരു പഴയ വിരഹഗാനം ഒഴുകി വന്നു. പ്രണയം വെറുമൊരു മധുര സ്വപ്നമല്ലെന്നും അത് വലിയൊരു പോരാട്ടമാണെന്നും ആകാശ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ ചുവന്ന തപാൽ പെട്ടി ഇനി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറാൻ പോകുകയായിരുന്നു. നഗരത്തിലെ ജൂൺ മാസത്തെ മഴയ്ക്ക് ഒരു വല്ലാത്ത മടുപ്പായിരുന്നു. ജനാലയ്ക്കൽ വന്നു തട്ടുന്ന മഴത്തുള്ളികൾക്ക് മീരയുടെ തേങ്ങലിന്റെ താളമാണെന്ന് ആകാശിന് തോന്നി. കണ്ണൻ അയച്ച ആ കരിക്കട്ട ചിത്രം അവന്റെ മേശപ്പുറത്തിരുന്നു അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ. അവൾ അവിടെ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ തന്നെ കാത്തിരിക്കുന്നു. ഈ ചിന്ത ആകാശിനെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടു. ആ കാലഘട്ടത്തിൽ ദൂരങ്ങൾ ഒരു വില്ലനായി നിൽക്കുമ്പോൾ സ്നേഹിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഒരേയൊരു കാര്യം സാഹസികത മാത്രമായിരുന്നു. എനിക്കിങ്ങനെ ഇരിക്കാൻ കഴിയില്ല, ആകാശ് തന്റെ ഡയറി മടക്കി വെച്ചുകൊണ്ട് മന്ത്രിച്ചു. കോളേജിൽ ഇന്റേണൽ എക്സാമുകൾ നടക്കുകയാണെങ്കിലും അവന്റെ മനസ്സ് അവിടെയൊന്നുമായിരുന്നില്ല. അച്ഛൻ ബിസിനസ് യാത്രയ്ക്കായി ബാംഗ്ലൂരിലേക്ക് പോയ ആ ശനിയാഴ്ച ആകാശ് ഒരു തീരുമാനമെടുത്തു. അവൻ തന്റെ ചെറിയ ബാഗിൽ കുറച്ചു വസ്ത്രങ്ങളും മീരയ്ക്കായി വാങ്ങിയ ഒരു പുതിയ ഡയറിയും പേനയും എടുത്തു വെച്ചു. അവൾക്ക് എഴുതാൻ ഇനിയെങ്കിലും പേനയുണ്ടാകണം. ആരും അറിയാതെ അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു.
തിരുവനന്തപുരം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ ആ തിരക്ക് അവനൊരു മറയായി. ട്രെയിനിന്റെ ജനാലയ്ക്കൽ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന ടെലിഫോൺ പോസ്റ്റുകളും മരങ്ങളും അവനെ ഗ്രാമത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോ സ്റ്റേഷൻ കഴിയുന്തോറും അവന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. താൻ ചെയ്യുന്നത് വലിയൊരു അപകടമാണെന്ന് അവനറിയാം. നാരായണൻ പണിക്കരുടെ കയ്യിൽ അകപ്പെട്ടാൽ തന്റെ ഭാവി തന്നെ ഇല്ലാതായേക്കാം. പക്ഷെ മീര, അവൾക്ക് വേണ്ടി താനിത് ചെയ്തേ മതിയാകൂ. രാത്രി 8 മണിയോടെ അവൻ ഗ്രാമത്തിലെ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പരിചിതമായ ആ കാറ്റിന് ഇപ്പോൾ നനഞ്ഞ മണ്ണും റബ്ബർ പാല് ഉണങ്ങുന്ന ഗന്ധവുമായിരുന്നു. അവൻ തറവാട്ടിലേക്ക് പോയില്ല. മുത്തച്ഛൻ കണ്ടാൽ അപ്പോൾ തന്നെ അച്ഛനെ വിവരമറിയിക്കും. പകരം അവൻ നേരെ നടന്നത് വായനശാലയുടെ അടുത്തുള്ള പഴയ ചായക്കടയിലേക്കാണ്. ഭാഗ്യത്തിന് അവിടെ പത്മനാഭൻ പിള്ളയുണ്ടായിരുന്നു. ആകാശോ, നീ ഈ നേരത്ത് എവിടെന്നു വരുന്നു? നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടുപോയതാണല്ലോ, പിള്ളേട്ടൻ അതിശയത്തോടെ ചോദിച്ചു. ശബ്ദം താഴ്ത്തു പിള്ളേട്ടാ. ആരും അറിയരുത്. എനിക്ക് മീരയെ ഒന്ന് കാണണം. അവൾക്ക് എങ്ങനെയുണ്ട്? ആകാശ് കിതച്ചുകൊണ്ട് ചോദിച്ചു. പിള്ളേട്ടന്റെ മുഖം മങ്ങി. കാര്യങ്ങൾ കഷ്ടമാണ് മോനെ. പണിക്കർ അവളെ വീടിന് പുറത്തിറക്കുന്നില്ല. ആ കണ്ണൻ പയ്യൻ പോലും പേടിച്ചാണ് നടക്കുന്നത്. നീ ഇപ്പോൾ വന്നത് വലിയ വിഡ്ഢിത്തമായി പോയി. പണിക്കർ അറിഞ്ഞാൽ നിന്റെ കൈകാല് വെട്ടും. എനിക്ക് പേടിയില്ല പിള്ളേട്ടാ. എനിക്ക് അവളെ ഒന്ന് കണ്ടേ പറ്റൂ. എനിക്ക് ഒരു സഹായം വേണം. രാത്രി 10 മണിയായി. ഗ്രാമം ഉറക്കത്തിലേക്ക് വഴുതി വീണു. ചീവീടുകൾ പതിവ് പോലെ സംഗീതം തുടങ്ങി. ആകാശ് പതുക്കെ മീരയുടെ വീടിന്റെ പുറകുവശത്തെ പറമ്പിലേക്ക് നീങ്ങി. അവിടെ വലിയ റബ്ബർ മരങ്ങൾ നിൽക്കുന്നതിനാൽ ഇരുട്ട് കനത്തതായിരുന്നു. അവൻ മരങ്ങൾക്കിടയിലൂടെ പതുക്കെ നടന്നു. മീരയുടെ മുറി മുകളിലത്തെ നിലയിലാണ്. അതിന്റെ ജനാല അല്പം തുറന്നിട്ടിട്ടുണ്ട്. അവൻ ഒരു ചെറിയ കല്ലെടുത്ത് ജനാലയ്ക്കൽ എറിഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. അവൻ രണ്ടാമതും എറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജനാലയുടെ പാളികൾ മെല്ലെ തുറന്നു. നിലാവെളിച്ചത്തിൽ മീരയുടെ മുഖം തെളിഞ്ഞു വന്നു. അവൾ വിശ്വസിക്കാനാവാതെ താഴേക്ക് നോക്കി. ഇരുട്ടിൽ നിൽക്കുന്ന രൂപം ആകാശിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ തന്റെ വായ പൊത്തിപ്പിടിച്ചു. ഒരു നിലവിളി പുറത്തു വരാതിരിക്കാൻ അവൾ പണിപ്പെട്ടു. ആകാശ്, അവൾ പതുക്കെ മന്ത്രിച്ചു. മീരെ, പേടിക്കണ്ട, ഞാൻ വന്നതാ നിന്നെ ഒന്ന് കാണാൻ. ആകാശ് മരത്തിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ പഴയ മാവ് ജനാലയ്ക്ക് അരികിലേക്ക് പടർന്നു നിൽക്കുന്നുണ്ട്. ആകാശ് സാഹസികമായി ആ മരക്കൊമ്പിലൂടെ ജനാലയ്ക്ക് അരികിലെത്തി. അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. വാക്കുകൾ തോറ്റുപോയ നിമിഷം. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആകാശ് ജനാലയിലൂടെ കൈ നീട്ടി അവളുടെ കൈകൾ മുറുക്കി പിടിച്ചു. ആ സ്പർശനം അവർക്ക് നൽകിയ ആശ്വാസം ഭൂമിയിലെ മറ്റൊരു വികാരത്തിനും നൽകാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാ ഇത്രയും വലിയ റിസ്ക് എടുത്തത്? അച്ഛൻ കണ്ടാൽ നിങ്ങളെ കൊല്ലും, അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. നീയില്ലാതെ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല മീരെ. ദാ ഇത് പിടിക്ക്. ആകാശ് ബാഗിൽ നിന്ന് ആ പുതിയ ഡയറിയും പേനയും അവൾക്ക് നൽകി. ഇനി നിനക്ക് മഷിയുള്ള പേന കൊണ്ട് എഴുതാം, കരിക്കട്ട വേണ്ട. മീര ആ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആകാശ്, ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ എന്റെ വിവാഹം ആലോചിക്കുന്നുണ്ട്, വാസു മെമ്പറുടെ ബന്ധുവായ ആരോ ഒരാളുമായി. ആകാശിന്റെ ഹൃദയം നിലച്ചുപോയി. ഇല്ല, അത് നടക്കില്ല. ഞാൻ നിന്നെ കൊണ്ടുപോകും മീരെ. നമുക്ക് കുറച്ചുകൂടി സമയം വേണം. പെട്ടെന്ന് താഴെ പടിപ്പുര തുറക്കുന്ന ശബ്ദം കേട്ടു. ആരോ ടോർച്ച് ലൈറ്റുമായി വരുന്നുണ്ട്. പണിക്കർ വരുന്നു. വേഗം പോ ആകാശേ. മീര പരിഭ്രമിച്ചു. ആകാശ് വേഗത്തിൽ മരത്തിലൂടെ താഴേക്കിറങ്ങി. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ അവൻ ഓട്ടി. പുറകിൽ നിന്ന് ആരാത് എന്ന പണിക്കരുടെ അലർച്ച കേൾക്കാമായിരുന്നു. ടോർച്ച് വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ പാഞ്ഞു നടന്നു. ആകാശ് ശ്വാസം അടക്കിപ്പിടിച്ച് ഒരു വലിയ കുറ്റിക്കാടിന് പിന്നിൽ ഒളിച്ചിരുന്നു. അന്ന് രാത്രി ആകാശ് മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു. പക്ഷേ മീരയുടെ കൈകളിലെ ആ ചൂട് അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. പ്രണയം ഒരു സാഹസിക യാത്രയായി മാറുകയായിരുന്നു. ആ നിശബ്ദ ഗ്രാമത്തിൽ രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഈ രഹസ്യ കൂടിക്കാഴ്ച വലിയൊരു കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.